പ്രിയമുള്ളവരെ, അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. എന്നെ ആദ്യം ഇറങ്ങിയപ്പോൾ അറിയപ്പെട്ടത് തിരുവസ്ത്രം ഉപേക്ഷിച്ച കന്യാസ്ത്രീ. അപ്പോൾ ഞാൻ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു, ഞാൻ തിരുവസ്ത്രം ഉപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങളെപ്പോലെ അശുദ്ധ വസ്ത്രം ധരിച്ച് നടക്കുന്നു. അപ്പോൾ ഇന്നും ഒരു അശുദ്ധ വസ്ത്രം ധരിച്ച് ഞാനിതാ വേദിയിലേക്ക് വന്നിരിക്കുന്നു. ഈ ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 6 മാസം ഞാൻ അതിനായി ഒരുങ്ങുകയായിരുന്നു. ഡൽഹിയിലേക്ക് ഒളിച്ചോടിക്കൊണ്ട് അവിടെ ഇരുന്ന് എൻ്റെ മണവാളനായ ഈശോയോട് സംവദിച്ചുകൊണ്ട് ശക്തി ആർജിച്ചുകൊണ്ട് ധീരതയോടെ തിരിച്ചു വന്നിട്ടാണ് ഈ പ്രവൃത്തി ഞാൻ ചെയ്തത്. അപ്പോൾ ഈശോ തന്നെ എനിക്ക് ധൈര്യം തന്ന് എന്നെ പുഞ്ചിരിക്കാൻ സഹായിക്കുന്നു. ഇന്നൊരു പ്രത്യേക ഡേറ്റാണ്, 02/02, അതായത് ഫെബ്രുവരി 2-ാം തീയതി ദൈവമാതൃസ്മരണ എന്ന പെരുന്നാൾ ഞങ്ങൾ CMCയിൽ ആഘോഷിക്കുന്ന ദിവസമാണ്. ഞങ്ങളിത് പലപ്പോഴും മറക്കാറുണ്ട്. കാരണം പെട്ടെന്ന് ഫെബ്രുവരി 2-ാം തീയതി ഒരു പെരുന്നാളാണെന്ന് മറന്ന് ഞങ്ങൾ അതിൻ്റെ ചട്ടവട്ടങ്ങൾ ചെയ്യാതെ ശിക്ഷ കിട്ടാറുള്ള ദിവസമാണ്. മിക്കപ്പോഴും ഫെബ്രുവരി 2-ാം തീയതി മഠത്തിൽ ഞങ്ങൾക്ക് ശിക്ഷയുണ്ട് ഈ പെരുന്നാൾ മറന്നു പോകുന്നതിന്. അപ്പോൾ ഇന്ന് അതൊരു ഞെട്ടലോടെ ഓർത്തു. പലപ്പോഴും ആ മഠത്തിൻ്റെ ചിട്ടകൾ എന്നെ പിന്തുടരുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ ഞെട്ടലോടെ ചില സമയത്ത് റോൺഷാളമ വഴക്ക് പറയോ മധുര വഴക്ക് പറയോ എന്നൊക്കെ ഒരു ഓർമ്മ. 33 വർഷം ശീലിച്ചതല്ലേ ഇപ്പോൾ എങ്കിലും. അപ്പോൾ ആ ഒരു ഡേറ്റ് ഞാൻ ഓർത്തുപോയി. അതേ ഡേറ്റിൽ തന്നെ ദൈവമാതൃസ്മരണയുടെ ഈ ഡേറ്റിൽ തന്നെ DC ബുക്സ് ഞാനറിയാതെ ഞങ്ങളറിയാതെ ഈ ഒരു പ്രകാശനം ഈ എറണാകുളത്ത് വെച്ചു എന്നുള്ളത് തന്നെ ഏതോ ഒരു ദൈവകൃപയായി ഞാൻ കാണുന്നു. ടൈറ്റിലിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ആമേൻ എന്നുള്ളത് പുതിയ ആകാശവും പുതിയ ഭൂമിയും പുലരണം എന്നുള്ളതിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ആണ് ഈ പുസ്തകം. അതായത് ഞങ്ങൾ പ്രാർത്ഥിക്കുക എങ്ങനെയാണ്: പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ഉരുവിടുന്നത് സ്വർഗത്തിലാണ്. അപ്പൊ ആ സ്വർഗത്തിലെ പോലെ അപ്രകാരം ഇവിടെയും ആകട്ടെ. ആമേൻ എന്ന് വെച്ചാൽ അർത്ഥം അപ്രകാരം സംഭവിക്കട്ടെ, അപ്രകാരമാകട്ടെ. സ്വർഗത്തിലെ പോലെ ഇവിടെയും ആകട്ടെ എന്ന് പറയുന്ന ഒരു ഹിന്ദു മതത്തിൽ ഓം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാക്കാണ് ആമേൻ എന്നിവിടെ പറയുന്നത്. കുറെ അർത്ഥവ്യാപ്തിയുള്ളതാണ്. അതുപോലെ തന്നെ ഉത്തരം പറയുന്ന ആദി മുതൽ എന്നേക്കും ആമേൻ. ആദി മുതൽ, ആദിയിൽ എന്താണ് ഉണ്ടായത്? പറുദീസയായിരുന്നു. അവിടെ ആദി മാതാപിതാക്കൾ അന്ന് തെറ്റൊന്നും ചെയ്യാതെ സ്വർഗതുല്യം പറുദീസയിൽ ജീവിക്കുന്ന ആ നല്ല കാലം. അവിടെ പറയുന്നു സിംഹവും കുഞ്ഞാടും ഇണചേർന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്നിച്ചു കഴിയുന്ന ഒരു ഇടം എന്നാണ്. അതുപോലെ ഇവിടെയാകട്ടെ. അതായത് ശത്രുതയില്ലാതെ സമാധാനവും സംതൃപ്തിയും സന്തോഷവുമുള്ള ഒരു കാലം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ വരട്ടെ. ആമേൻ പ്രാർത്ഥനയുടെ അവസാനം ചൊല്ലുന്നത് കൊണ്ട് അത് നെഗറ്റീവ് അല്ല, അത് അവസാനിപ്പിക്കലല്ല, അത് ഒരു ആരംഭമാണ്. അടുത്ത പ്രാർത്ഥന ചൊല്ലുവാൻ ഈ ആമേൻ ഒരു ഇൻട്രൊഡക്ഷനാണ്, ആമുഖമാണ്. എന്നിട്ടാണ് അടുത്ത പ്രാർത്ഥന ചൊല്ലുക. വീണ്ടും ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കട്ടെ. എന്തൊക്കെ പ്രാർത്ഥിക്കുന്നോ അതൊക്കെ സംഭവിക്കട്ടെ, ഈ ഭൂമിയിൽ തന്നെ ദൈവരാജ്യം വരട്ടെ എന്ന് പറയുന്നതാണ് ആമേൻ. അത് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഈ പുസ്തകം ഇത് 2-2.5 മാസം കൊണ്ടാണ് ഞാൻ എഴുതിയത്. ഇംഗ്ലീഷിലേക്ക് ലാപ്ടോപ്പിലേക്ക് ടൈപ്പ് ചെയ്ത് കയറ്റുകയായിരുന്നു. ഒരു പരിമിതമായ സാഹചര്യത്തിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് ഇത് എഴുതിയത്. എനിക്ക് 3 മാസം ഞാൻ ഒരു അഭിമുഖത്തിനും തയ്യാറല്ല, ഒരാളെയും എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചെയ്ത ഒരു സൽക്കർമ്മമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു നദി ഒഴുകുന്നത് പോലെ ഇരിക്കും ഇത് നിങ്ങൾ വായിച്ചാൽ. ഒരുപക്ഷെ ഒരു നോവൽ വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഒരു ഫ്ലാഷ് ബാക്ക് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് സാധാരണ നിലയിലുള്ള ഒരു നോവൽ ബാക്കിലേക്ക് ഫ്ലാഷ് ബാക്ക് ചെയ്ത് പിന്നെ ഫ്ലാഷ് ഫോർവേഡ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു നരേറ്റീവ് ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നദി ഒഴുകുമ്പോൾ അത് പല പ്രദേശങ്ങളിലൂടെ ഒഴുകും, പല കല്ലുകളുടെ മീതെ കൂടെ ഒഴുകും. ഓരോ കല്ലും നിങ്ങളോട് സംവദിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായി വിശദമായി അത് വായിക്കുകയാണെങ്കിൽ ഓരോ കല്ലിലൂടെയും ഞാൻ എന്തൊക്കെയോ അല്ലെങ്കിൽ കല്ല് എന്തൊക്കെയോ നിങ്ങളോട് പറയും. അപ്പോൾ അങ്ങനെയാണ് ഈ സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു വെളിച്ചം വായനക്കാർക്ക് കിട്ടുന്നത്. ഞാനൊരു ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ഞാൻ മഠത്തിൻ്റെ ഉള്ളൊന്ന് അടിച്ച് കാണിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ. ഞാൻ പറയുകയാണ്, ഈ പുസ്തകം വായിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയിലുള്ള അഴുക്ക് കണ്ട് ആ സിസ്റ്റേഴ്സ്, അവിടെ ഇപ്പോൾ ശേഷിക്കുന്ന സിസ്റ്റേഴ്സ് അവിടെയൊന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയാൽ ഞാൻ ധന്യയായി. ഈ പുസ്തകം കൊണ്ട് ഒരു ഫലമുണ്ടായി. അങ്ങനെ ഒരു നല്ല ഉദ്ദേശമാണ് എനിക്കുള്ളത്. ഞാൻ ഇറങ്ങിയപ്പോൾ ആഗ്രഹിച്ചത് ഒരാൾക്കെങ്കിലും അല്പം കൂടി സ്വാതന്ത്ര്യം അവിടെ കിട്ടട്ടെ ഞാൻ ഇറങ്ങുന്നത് മൂലം.
എനിക്കായി തരാൻ അവർ കലക്കി വെച്ച മരുന്ന് ഇനി ഒരു അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ ഗ്ലാസ്സിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ പാത്രത്തിലെടുക്കുമ്പോൾ അവരുടെ കൈയൊന്ന് വിറയ്ക്കണം. അടുത്ത ആൾക്ക് ഈ മരുന്ന് അവർക്ക് മാനസിക രോഗമില്ലാതെ അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ കൈയൊന്ന് വിറയ്ക്കണം എന്നൊരു ഉദ്ദേശം. അത്രയെങ്കിലും ആയാൽ ഞാൻ ധന്യയായി. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ശിക്ഷാരീതി ആണ് ഇത്. തനിയാവർത്തനം എന്ന സിനിമയൊക്കെ ഇരുന്ന് കണ്ടപ്പോൾ ഈ ഗതി എനിക്ക് വരുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഈ ഗതി ഇപ്പോൾ സഭയിലുള്ള ചില ചിന്തിക്കുന്ന അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വളരെ ഞെട്ടലോടെ അറിഞ്ഞ് അത് അവസാനം എൻ്റെ അടുക്കിലേക്കും എത്തിയപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് ഞാൻ മിണ്ടാതിരിക്കുന്നില്ല, ഞാൻ സംസാരിക്കുന്നു. കാരണം എനിക്ക് ഇനി ഒരാളെങ്കിലും രക്ഷപ്പെടണം എൻ്റെ ഈ സംസാരത്തിലൂടെ.